കെട്ടിയിട്ട് ഇങ്ങനെ പൊതുവേദികളിൽ വന്ന് വളരെ സെക്സി ആയിട്ട് നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നതല്ല ജീവിക്കാനുള്ള ഒരു സംഗീത സംവിധായകൻ 10 ഊണ് കഴിക്കാനിരിക്കുമ്പോൾ എതിർവശത്ത് വേറെങ്കിലും കസേര കിട്ടാവുന്നപ്പോൾ ഈ കുട്ടി അവിടെ പേരും. അപ്പൊ ഈ സിനിമാക്കാരനാകുമ്പോൾ അറിയാമല്ലോ, പെൺപിള്ളേരെ കണ്ടാൽ മണപ്പിച്ച് ഇരിക്കുമല്ലോ. അപ്പൊ കണ്ട തെളിവെളുപ്പൊക്കെയുള്ള ഒരു കുട്ടി എവിടെ വീടെന്ന് ചോദിച്ചു, തലശ്ശേരിയിൽ. എന്താ ഇവിടെ എന്ന് ചോദിച്ചു, ഒരു ജോലി തേടി ഇറങ്ങിയതാണ്. ഇവിടെ എവിടെ താമസിക്കുന്നത്? ഇങ്ങനെ ഒരു വനിതാ ഹോസ്റ്റലാണ്. ഇങ്ങനെ പറഞ്ഞ് ജീവിതത്തിൽ ഒന്നുമാകാൻ സാധിക്കാത്തവന്റെ ഒരു രോദനം അത്രേ ഉള്ളൂ. അത് ഞാൻ ഭയങ്കര ദാരിദ്ര്യത്തിൽ വളർന്ന ആളാണ്. എന്റെ വാടക വീട്ടിലായിരുന്നു താമസം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കയ്യിലിരിപ്പ് പണ്ടാരം പറഞ്ഞ പോലെ എന്താ ജോലി, വായിക്കുന്ന എന്താന്ന് ചോദിച്ചു, ഗീതാ ഗോവിന്ദം. ജോലി എന്താ, അമ്പലം വെളുപ്പ് എന്ന് പറഞ്ഞ പോലെ. മനസ്സിലായില്ലേ? ഇപ്പൊ വാക്കും പ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. ഇപ്പൊ ശ്രീനാഥ് മാസിയെ ന്യായീകരിക്കാൻ ഇവിടെ എത്ര പേര്. മയക്ക് വരുന്ന അയാൾ ഒരു ലഹരി ഉപയോഗിക്കില്ല. അവൻ മറ്റേ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിരിക്കുക, ആഴ്ച പിരിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായി? കാണുന്ന അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലെ ഒരു അവതാരകയും പെണ്ണിനെ വിളിക്കുന്നത് എറി, ചെറുക്കനെ വിളിക്കുന്നത് എറി. പിന്നെ ആരെയും അഡ്വാൻസ് വാങ്ങിച്ചെന്നറിയില്ല, ഏത് പടത്തിന് വാങ്ങിച്ചെന്നറിയില്ല, ഞാൻ ഇപ്പൊ എവിടെ നിൽക്കണമെന്ന് അറിയില്ല. അവൻ ലഹരി ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ സിനിമാക്കാരുണ്ട്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷെ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊടുത്തിയ ചൂണ്ടലൊടുകയും ചെയ്യും. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെയും ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം.